ഫസ്റ്റ് നെയിമിൽ മോഹൻ എന്നും ജോൺ എന്നും വിളിക്കുന്നുണ്ടെന്ന് തോന്നരുത്. മോഹൻ്റെ പ്രസംഗം കേൾക്കാനായിരുന്നു കുറേ കാലമായി കേട്ടിട്ട്. പക്ഷെ അദ്ദേഹം അവസാനം പ്രസംഗിക്കുന്നുള്ളതിൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള അമിർജി കുമാർ, പ്രൊഫസർ സെയ്ദലവി ചിരങ്ങോട്, ഡോക്ടർ ഹാഷിം തുടങ്ങിയിട്ടുള്ള പ്രൊഫസർമാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിദഗ്ധർ, എന്നോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സ്നേഹിതൻ കൃഷ്ണൻ കോട്ടുമല, ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഈ ക്യാമ്പസും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ വളരെ പഴയതാണ് എന്ന് പറയുമ്പോഴും നിങ്ങളതിൻ്റെ പഴക്കം ഊഹിക്കാൻ പ്രാപ്തരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 78 ഈ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് അംഗമായിരുന്നു ഞാൻ. 1978. എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ വയ്യ. എൻ്റെ തൊട്ട് മുൻപിൽ ഈ പോസ്റ്റിലിരുന്നത്, ഇന്ന് എന്നോടുകൂടി ഞങ്ങളെല്ലാം ക്യാബിനറ്റിൽ ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ സണ്ണി ജോസഫാണ്. സണ്ണിയായിരുന്നു KSUവിൻ്റെ അന്നത്തെ സിൻഡിക്കേറ്റ് അംഗം. SFIയുടെ ആദ്യത്തെ സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ ഞാനാണ് ആദ്യമായിട്ട് ജയിച്ചത്. എനിക്ക് 21 വയസ്സേ അന്നുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും അതിനെ കാണുന്നത്. കാരണം അന്ന് സിൻഡിക്കേറ്റ് യോഗത്തിന് എത്തുമ്പോൾ പുരുഷോത്തമ സാറും ജലീൽ സാറുമൊക്കെ നടത്തിയിരുന്ന ആ യോഗത്തിൻ്റെ കണ്ടക്റ്റിംഗ് ഓഫ് ദ മീറ്റിംഗ് അതൊരു വളരെ വളരെ പ്രധാനമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, അപ്പോഴാണ് ഈ ഫയലുകൾ എന്താണ് എന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ ഓരോ അജണ്ടയുടെയും പുറകിലുള്ള ബാക്ക് ഫയൽ ഇപ്പോഴും അങ്ങനെ വയ്ക്കുന്നുണ്ടോ? അത് എല്ലായിടത്തും ഒന്നും ഇല്ല. അത് കാലിക്കറ്റിൻ്റെ ഒരു നല്ല പ്രാക്ടീസാണ്. അപ്പോൾ 25 അജണ്ടയുണ്ടെങ്കിൽ ഒരു ടേബിളിൽ 25 സെറ്റ് ഫയലുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അജണ്ടയുടെ ബാക്ക് ഫയൽ എളുപ്പത്തിൽ നോക്കാൻ സാധിക്കും. അന്ന് MR ചന്ദ്രശേഖരൻ, ശിവദാസ മേനോൻ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരിവിടെ സിൻഡിക്കേറ്റ് മെമ്പർമാരായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിരുന്ന ശങ്കരനാരായണൻ MLA ആയിരുന്നു, കോഴിക്കോട് MLA ആയിരുന്നു. അതുപോലെ തന്നെ എത്രയോ ആളുകൾ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, അവരെല്ലാം പരിചയപ്പെടാൻ കഴിയുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. കവികൾ, ആറ്റൂർ ഇവിടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു ഞങ്ങളുടെ കൂടെ, ആറ്റൂർ രവിവർമ്മ. അത് വലിയൊരു അനുഭവമായതുകൊണ്ട് ഈ ക്യാമ്പസ് എനിക്ക് ഞാനിവിടെ പഠിച്ചു എന്നാണ് പലരും വിചാരിക്കുന്നത്. ഞാൻ പോകാത്തത് ഞാൻ പഠിച്ച കോളേജിൽ മാത്രമാണ്. ബാക്കി എല്ലാ കോളേജിലും ഞാൻ കൃത്യമായിട്ട് പോകുമായിരുന്നു. അത് കാലിക്കറ്റ് ലോ കോളേജാണ്. പക്ഷെ ഗൗരവമായിട്ട് പഠിച്ചത് തൃശ്ശൂർ സെൻറ് തോമസിൽ ഫിസിക്സ് BSc ആണ് പഠിച്ചിരുന്നത്. അപ്പം എന്തായാലും അങ്ങനെ എൻ്റെ ഓർമ്മകൾക്ക് ഒരുപാട് നിറം ഉള്ള ഓർമ്മകളുള്ള ഒരു സ്ഥലത്തേക്ക് ഇന്നൊരു പ്രത്യേക ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉദ്ഘാടകനായിട്ട് കടന്നു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ നോസ്റ്റാൾജിക്കാണ് ഈ ക്യാമ്പസ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നോസ്റ്റാൾജിക് മെമ്മറീസ് ഉള്ള ഒരു ഇടമാണ്. എന്തായാലും ഞാനതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇവിടെ വന്നപ്പോൾ എന്നെ ആകർഷിച്ചത് ഇവിടെ 9:30 മണിയിൽ നിൽക്കുന്ന ഒരു ക്ലോക്കാണ്. അത് അവിടെ നിൽക്കുകയാണ്. ഞാനും വിചാരിച്ചു 9:30 ആയിട്ടുള്ളൂ, ഞാൻ അത്ര വേഗം അവിടെ എത്തിയോ എന്ന് വിചാരിച്ചപ്പോൾ ടൈം ട്രാവൽ ചെയ്തോന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം തൊട്ടടുത്ത് ഐൻസ്റ്റീനും ഇരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ടൈം ട്രാവൽ, വലിയ വലിയ ട്രാവലേഴ്സാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതിശയിച്ചു പോയി. പക്ഷേ കാര്യം 12 മണിയായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? മഴയുടെ ദിവസമായതുകൊണ്ട് സമയം പോകുന്ന അറിയുന്നില്ല. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു നല്ല ദിവസമല്ല. ഞാൻ കാലത്ത് എണീറ്റ് പതിവ് പോലെ KSRTC MDയുമായിട്ടുള്ള ഫോൺ സംഭാഷണം കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോഴാണ് പൊടുന്നനെ ബാംഗ്ലൂരിൽ ഒരു അപകടമുണ്ടായി. 2 പേര്, കണ്ടക്ടറും ഡ്രൈവറും മരിച്ചുപോയി. വളരെ ഗുരുതരമായ പരിക്കുകളോടെ ആളുകളെ ആശുപത്രി കിടക്കുകയാണ്. നിങ്ങളെ അലോരസപ്പെടുത്തുന്ന തരത്തിൽ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നത് കർണാടകത്തിലെ ആരോഗ്യ വകുപ്പും അവിടുത്തെ മന്ത്രിമാരുമായിട്ട്, ഇപ്പോൾ KC വേണുഗോപാലായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് ഫോൺ ഉപയോഗിച്ചതിന് എന്നോട് ക്ഷമിക്കണം, അതൊരു ചീത്ത സ്വഭാവമാണ്. പക്ഷേ അങ്ങനെ ഒരു മുള്ളിൽ നിൽക്കുന്ന ദിവസമാണ് ഇവിടെ വരേണ്ടി വന്നത്. ഇന്നലെയും മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് മുതലപ്പുഴയിലായിരുന്നു എനിക്ക് പോകേണ്ടിയിരുന്നത്. അവിടുത്തെ സ്ഥിതിയും വളരെ വളരെ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിയായിരുന്നു. എന്തായാലും അവിടെയും കുറേയൊക്കെ ഒരു അന്തരീക്ഷം ശാന്തമായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ആളുകളെ കാണാതായി. ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം, ഈ കാണാതായ വ്യക്തി ഇവിടെ അച്ഛനും അമ്മയും സഹോദരനും 20 വർഷം മുമ്പ് ഇലക്ട്രിസിറ്റി ലൈൻ പൊട്ടിക്കിടന്നിടത്ത് കൂടെ പോയി മരിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഇപ്പോൾ കടലിൽ കാണാതായിട്ടുള്ള 30 വയസ്സുള്ള കുട്ടി. അങ്ങനെ വല്ലാത്തൊരു ജീവിതാനുഭവങ്ങളുടെ ഒരു വിഷമകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളും അങ്ങനെ വിഷമിക്കാൻ പാടില്ല. അത് കൈകാര്യം ചെയ്യുന്നവർ, അത് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ആളുകൾ ഇമോഷണലാവരുത് എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷേ എങ്കിലും അത് അങ്ങനെ എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്തായാലും ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു വളരെ സവിശേഷമായൊരു വിഷയം, സാധാരണത്തെ വിഷയമല്ല. ഇവിടുത്തെ റീസെൻറ്ററിങ് എന്നൊരു നല്ല വാക്ക്, അത് റീസെൻറ്ററിങ് മലബാർ. റീസെൻറ്റർ എന്നുള്ള വാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ അർത്ഥത്തിൽ വളരെ ശരിയാണ്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ്റെ എതിരായിട്ടല്ല ഇവിടെ റീസെൻട്രലൈസേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. റീസെൻറ്ററിങ് ആണ്, സെൻട്രലൈസേഷൻ അല്ല. അതുകൊണ്ട് എനിക്ക് വളരെ കൗതുകമായി ഈ റീസെൻറ്ററിങ് എന്ന ഈ പദം. കാരണം മലബാറിനെ വീണ്ടും കേന്ദ്ര സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന അർത്ഥത്തിൽ അത് വളരെ ചരിത്രപരമായി പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ നിലവിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം എൻ്റെ കയ്യിൽ നിങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ വളരെ ഗൗരവമായിട്ടുള്ള തരത്തിൽ വിശകലനം ചെയ്യാനൊന്നും ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ എന്നത് ചരിത്രപരമായൊരു കാര്യമാണ് എന്ന് പൊതുവിൽ നമുക്ക് പറയാവുന്നതാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ രൂപീകരണം 1946 തൊട്ട് 56 വരെയുള്ള 10 വർഷം വളരെ വിചിത്രമായ വഴികളിലൂടെയാണത് കടന്നുപോയിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. 1946 ചിത്തിര തിരുനാൾ രാജാവ് നടത്തിയിട്ടുള്ള റേഡിയോ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, തിരുവിതാംകൂറിൻ്റെ ചുമലിൽ നിന്ന് എല്ലാ വിദേശാധിപത്യങ്ങളും ഇറങ്ങിപ്പോയി എന്നാണ്. ബ്രിട്ടീഷുകാർ പോയി എന്നല്ല. അതിനർത്ഥം തിരുവിതാംകൂർ സ്വതന്ത്രമായി എന്ന് വേണമെങ്കിൽ അത് വായിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മഹാത്മാഗാന്ധി അതിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചു. കാരണം തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാകണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നത്. ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ IRS ഓഫീസറായിരുന്ന മോഹൻ എഴുതിയിട്ടുള്ള പുസ്തകം നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. കേരള ഹിസ്റ്ററി, വളരെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം വളരെ വിശദമായ തരത്തിൽ, ഒരുപക്ഷെ ഏറ്റവും അക്കാഡമിക്കായിട്ട് ഏറ്റവും കൂടുതൽ സൈറ്റേഷനോട് കൂടി ഇറങ്ങിയിട്ടുള്ള മോഹൻ്റെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓഫ് ഹാൻഡായിട്ട് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ മോഹൻ്റെ ആ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ കഴിയുന്നത് 1946 എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനമായിരുന്നു. നെഹ്റു ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള, അതായത് 46 അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെൻറ്റിന് ശേഷമുണ്ടായ വളരെ ബ്രിസ്കായിട്ടുള്ള വർത്തമാനങ്ങൾ 47 എത്തുന്നതിന് മുൻപ് തന്നെ തിരുവിതാംകൂർ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ തൻ്റെ പഠനത്തിലൂടെയും തൻ്റെ പിതാവിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ അനുഭവത്തിൽ കൂടെയും അറിയുന്ന ആളാണ് ഇവിടെ ഇരിക്കുന്ന പ്രൊഫസർ മോഹൻ ഗോപാൽ. ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ തിരുവിതാംകൂർ പാകിസ്ഥാൻ്റെ അംഗീകാരം തേടുമെന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലേക്ക് 2 ഉദ്യോഗസ്ഥന്മാരെ CP അയക്കുകയുണ്ടായി. അത് പഞ്ചസാര വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ അയച്ചത്. പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഏജൻ്റായിരുന്നു. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ പാകിസ്ഥാൻ്റെ അംഗീകാരം നേടിയാൽ വേണമെങ്കിൽ ബ്രിട്ടീഷ് ക്രൗൺ അംഗീകരിക്കുകയും, അന്ന് പാകിസ്ഥാൻ ബ്രിട്ടൻ്റെ മേൽക്കോയ്മ അംഗീകരിച്ചിരുന്നു. കാരണം ബ്രിട്ടീഷ് മഹാരാജ്ഞിയെ തന്നെ രാജ്ഞിയായി നിലനിർത്താമെന്നൊരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു അത്രേ. എന്തായാലും നമ്മൾ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ
വിട്ടുപോകാൻ പോലും മടിയില്ലാതിരുന്ന ഒരു രാജഭരണത്തെയാണ് പട്ടേലിൻ്റെയും നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ തിരുവിതാംകൂർ സ്റ്റേറ്റായിട്ട് കൊണ്ടുവരികയും രാജപ്രമുഖനായി രാജാവിനെ നിയമിക്കുകയും ചെയ്തത്. അതാണ് ഒരു പ്രോസസ്സ് നമ്പർ 1. അതിനുശേഷം വടകരയെ കണ്ട് കുറേ കാലമായി. എന്തായാലും രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് തിരുക്കൊച്ചി സംയോജനമാണ്. ആ തിരുക്കൊച്ചി എന്നപ്പോൾ ഇവിടെ ധാരാളം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പേര് ഔദ്യോഗികമായി തിരുക്കൊച്ചി അല്ല. അതിൻ്റെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നാണ്. അതാണ് ഔദ്യോഗിക പേര്. അപ്പോൾ ആ കാലത്ത് ജോലി ചെയ്തിരുന്ന എൻ്റെ അമ്മയടക്കമുള്ളവരൊക്കെ ടീച്ചർമാരായിരുന്നു. അപ്പോൾ അവരാദ്യം കൊച്ചിയിലെ ജീവനക്കാരായിരുന്നു. പിന്നെ അവർ പെട്ടെന്ന് തിരുക്കൊച്ചി സ്റ്റേറ്റിൻ്റെ ജീവനക്കാരായി. അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ ജീവനക്കാരായി. അപ്പോൾ വളരെ ബ്രിസ്ക്കായിട്ടാണ് ഇതെല്ലാം നടന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഭരണഘടനാടിസ്ഥാനത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം ഉണ്ടായിരുന്നില്ല, തിരുക്കൊച്ചിയാണ് ഉണ്ടായിരുന്നത്. വളരെ നമുക്ക് ആർക്കും ഇപ്പോൾ ഓർമ്മയില്ലാത്ത പലർക്കും ഓർമ്മയില്ലാത്ത പല സ്റ്റേറ്റുകൾ. പെപ്സു എന്നൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലേ മോഹൻ? പഞ്ചാബ് ആൻഡ് ഈസ്റ്റ് പട്ടിയാല സ്റ്റേറ്റ്സ് യൂണിയൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സ്റ്റേറ്റുകൾ, എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ ഭരണഘടനയിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ മലബാർ തിരുക്കൊച്ചിയുടെ മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാമെങ്കിലും ഇത് പഠിക്കുന്ന നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഇതിൻ്റെ പ്രോസസ്സ് വളരെ ഡീറ്റെയിലായിട്ട് തന്നെ നിങ്ങൾ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് 10 വർഷം കഴിയുമ്പോഴാണ് തിരുക്കൊച്ചിയും മലബാറും തമ്മിൽ സംയോജനം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യയിലേക്കുള്ള ഇന്ത്യ യൂണിയൻ്റെ ഭാഗമാകുക എന്നത് ഒരു വിഷമകരമായിട്ടാണ് തിരുവിതാംകൂർ ചെയ്തത്. അത് കഴിഞ്ഞ് കൊച്ചിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നില്ല. കൊച്ചിയാണ് അതിൽ ഐക്യ കേരളത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത്. കൊച്ചി രാജാവ് തന്നെ ഐക്യ കേരളത്തിൻ്റെ വക്താവായിരുന്നു. അപ്പോൾ തിരുക്കൊച്ചിയാവും. അപ്പോൾ ഹൈക്കോടതി വടക്കും സെക്രട്ടേറിയറ്റ് തെക്കും തിരുക്കൊച്ചിയുടെ വളരെ കൃത്യമാണ്. ഹൈക്കോടതി എറണാകുളത്തും സെക്രട്ടേറിയറ്റ് വളരെ കൃത്യമാണ്. പക്ഷെ അതിൻ്റെ മുകളിൽ ജക്സ്റ്റപ്പോസ് ചെയ്യാണ് നമ്മുടെ മലബാറിനെ ചെയ്തത്. ആ 10 കൊല്ലത്തിനിടയിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് അക്കാദമിക്കായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പഞ്ചവത്സര പദ്ധതികൾ നടന്നു എന്നുള്ളതാണ്. അത് ഞങ്ങൾ പ്ലാനിംഗ് ബോർഡിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു, ഞാനും മോഹനും. ആ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് പ്ലാൻ, അന്ന് KN രാജനെ പോലെ 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ ഇക്കണോമിസ്റ്റ് നെഹ്റുവിൻ്റെ സഹായിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു പ്ലാനിംഗ് കമ്മീഷനിൽ. അത് കഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ മഹൽനോബിസിൻ്റെ നേതൃത്വത്തിലുള്ള അതിഭയങ്കരമായ പ്ലാനിംഗ് പ്രോസസ്സ്. ആ പ്ലാനിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ ഇന്ത്യയുടെ രൂപീകരണത്തിൽ, നവഭാരതത്തിൻ്റെ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായ അടിത്തറ ഇട്ടിട്ടുള്ള 2 പ്ലാൻ ഉണ്ടാകുമ്പോഴും കേരളം എന്നൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല എന്നതും മലബാറിനെ കുറിച്ച് പഠിക്കുന്നവർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെയുള്ള അന്ന് അണക്കെട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അന്ന് ഡോട്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം, ഫ്ലഡും മഹാനദിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു കാലമാണ്. ആ കാലത്ത് മഹൽനോബിസിനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം മഹാനദിയിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിൻ്റെ കണക്ക് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട്, അദ്ദേഹം സ്റ്റാറ്റിസ്റ്റീഷ്യനാണല്ലോ, കണക്കാക്കി കൃത്യമായി അത് അണക്കെട്ട് പണിതപ്പോൾ അത്ര വെള്ളം തന്നെയാണ് പിന്നെ കൃഷിക്ക് ലഭ്യമായത്. ഫ്ലഡ് കൺട്രോൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ബസ് മിസ്സിങ് നടന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഈ 46-നും 56-നും അല്ലെങ്കിൽ 47-നും 56-നും ഇടയിലുള്ള അതിൻ്റെ എന്താ പറയുക ഗോൾഡൻ ഡെക്കേഡ്, നമ്മുടെ ആ ഗോൾഡൻ ഡെക്കേഡ് മലബാർ മദിരാശിയിലായിപ്പോയതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതിനുശേഷമാണ് നമ്മുടെ പ്ലാനിംഗ് ബോർഡിലൊക്കെ നമ്മുടെ പഴയ ഡോക്യുമെൻറ്റുകൾ കാണുമ്പോൾ അത് മെനക്കെട്ടിരുന്ന് വായിക്കാൻ ശ്രമിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അവിടെ 56-ന് മുമ്പുള്ള ഡോക്യുമെൻറ്റ്സ് അവിടെ ഇല്ലല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ പ്ലാനിംഗ് പ്രോസസ്സൊക്കെ വളരെ വീക്കാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഇല്ല. 57-ലാണ് കേരള സ്റ്റേറ്റ് ഉണ്ടായത്.
കേരള സ്റ്റേറ്റ് ഓഫ് കേരള വന്നപ്പോഴാണ് മലബാർ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് വരുന്നത്. പക്ഷേ പിന്നീട് മലബാറിന് ഒരു അവസരം വന്നത് ഡീസെൻട്രലൈസേഷൻ വന്നപ്പോൾ. അതാണ് ഞാൻ ഈ റീസെൻറ്റർ എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ്. ഡീസെൻട്രലൈസേഷൻ മലബാറിനൊരു ആശ്വാസം നൽകി. കാരണം നമ്മുടെ പ്ലാനിൻ്റെ 25% ഇപ്പോൾ ഏതാണ്ട് 28% വരും. അത് ഡിവൈഡ് ചെയ്യുന്നത് കൃത്യമായ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഫോർമുല ബേസ്ഡ് ഡിവിഷൻ വന്നതോടുകൂടി മലബാറിലെ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ടിൻ്റെ വിതരണത്തിൽ കൃത്യമായ ഫോർമുല അപ്ലൈ ചെയ്യപ്പെടുകയും എല്ലാ സ്ഥലത്തെയും ഒരേപോലുള്ള ഒരു ഡിവിഷൻ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഗ്രാമവണ്ടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചിറക്കര എന്ന് പറയുന്ന ചാത്തന്നൂരിലൊരു കൊച്ചു ഗ്രാമത്തിൽ പോയി. എനിക്ക് ആ ഗ്രാമം വലിയ പരിചയമില്ല. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു രസം എന്ന് വെച്ചാൽ അവിടെ 50ഓളം ആനകൾ ഉണ്ടെന്നുള്ളതാണ്, വളർത്താനകൾ. ഒരാൾക്ക് തന്നെ 40 ആനയുണ്ട് പോലും. അപ്പോൾ ആനകളെയൊക്കെ ഞാൻ കാണാൻ പോയി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞ് ഗ്രാമമാണ്. പക്ഷേ അവിടെ 17-18% SC പോപ്പുലേഷനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനറൽ ഫണ്ട് കൂടുതലാണ്. നമ്മുടെ ഫോർമുലയുടെ ഗുണം അതാണ്. SC പോപ്പുലേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ ജനറൽ ഫണ്ട് കൂടുതലാണ്, SC ഫണ്ട് എക്സ്ട്രാ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ SC/ST പോപ്പുലേഷനുള്ള പ്രദേശങ്ങളിൽ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് വന്ന സമയത്ത് ഫോർമുല ബേസ്ഡ് ഫണ്ടിങ് കുറച്ചധികമായിട്ട് പോയത് ഒരു ഗുണകരമായൊരു കാര്യമാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏരിയ ഒരു പ്രധാനമാണ്, പോപ്പുലേഷൻ പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ മലബാറിലെ പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്ക് മറ്റ് സ്ഥലങ്ങളിലെ പോലെ തന്നെയുള്ള ഫോർമുലയിൽ ഒരു പണം കിട്ടുന്നതിന് കഴിഞ്ഞ 30 വർഷമായി ഗുണം ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മുടെ അസംബ്ലിയുടെ ബജറ്റ് ഡോക്യുമെൻറ്റിൽ അപ്പൻഡിക്സ് 4 എന്നാണ് വിളിക്കുക. അത് പ്ലാനിംഗ് ബോർഡുകാരാണ് അതിരുന്ന് ചിത്രഗുപ്തന്മാരെ പോലെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പഠനം നടത്തുന്ന ആളുകൾക്ക് സഹായകരമായ തരത്തിൽ അപ്പൻഡിക്സ് 4 നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. അത് ലോകാവസാനം വരെ അങ്ങനെ നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അപ്പൻഡിക്സ് 4 അനുസരിച്ച് ഒരേ പോപ്പുലേഷനുള്ള 2 പഞ്ചായത്തുകളിൽ എങ്ങനെയാണ് കിട്ടിയത്, അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. പക്ഷേ തീരപ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ അവിടെ SC പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ തീരപ്രദേശത്തുള്ളവർക്ക് കൂടി ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് VD സതീശൻ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളൊരു പുതിയ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അത് തീരുമാനിച്ചതെന്താണെന്ന് പറഞ്ഞാൽ SC/ST, SCP, TSP ഫണ്ട് പോലെ റിസർവേഷൻ നമ്മുടെ അധികാരത്തിൽപ്പെട്ടതല്ല. അത് മോഹൻ ചിലപ്പോൾ ശ്രദ്ധിച്ചാണെന്നറിയില്ല, തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടി ഒരു സബ് പ്ലാൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മലബാറിന് വളരെ ഗുണം ചെയ്യും. കാരണം അവിടെ SC പോപ്പുലേഷൻ ഈ തീരപ്രദേശത്തില്ല, വളരെ ലോ ആണ്. ഇപ്പോൾ കായംകുളത്തിനടുത്തൊക്കെയുള്ള ചില തീരപ്രദേശങ്ങളിൽ SC പോപ്പുലേഷൻ നിയർ 0 ആണ്, ST പോപ്പുലേഷൻ തീരെയില്ല. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഗുണം അവർക്കത്ര ലഭ്യമാവുന്നില്ല. ഇവിടെ ധാരാളമായിട്ടുള്ള മത്സ്യത്തൊഴിലാളി മേഖലകൾ ഉണ്ട്. അപ്പോൾ അവർക്ക് പഞ്ചായത്ത് രാജിൻ്റെ ഫണ്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ് മലബാർ മറ്റുള്ള പ്ലാനിങ്ങിനേക്കാൾ മെച്ചപ്പെട്ടത് എന്നുകൂടി അക്കാദമിക് ഇൻട്രസ്റ്റിലും ഇൻ പെർസ്പെക്റ്റീവ് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ഈ സെമിനാറിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളിപ്പോൾ റിട്രോസ്പെക്റ്റീവായിട്ട് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നെപ്പോലെ ഇവിടെ ഒരാൾ നിന്നിട്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ നിന്നിട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഇൻ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത്. എന്തായാലും റിട്രോസ്പെക്റ്റീവായിട്ട് തീരെ പോകണ്ട എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മലബാറിൻ്റെ പിന്നോക്കാവസ്ഥയെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ഒരു സ്റ്റെപ്പായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ EMS മന്ത്രിസഭയിൽ അംഗമായിരുന്ന CH മുഹമ്മദ് കോയ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ മന്ത്രിസഭാംഗം എന്ന രീതിയിലും പിന്നീട് അച്യുതമേനോൻ ഗവൺമെൻറ്റിലെ മന്ത്രിസഭാംഗം എന്ന രീതിയിലും പിന്നീട് K. കരുണാകരൻ മന്ത്രിസഭാംഗം എന്നുള്ള നിലയിലും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും CH മുഹമ്മദ് കോയ
മലബാറിൻ്റെ വികസനത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ മലബാറിൻ്റെ ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം വളരെ വളരെ ചെറുപ്പത്തിൽ നിന്ന് പറയാം മരിച്ചുപോയി. പക്ഷേ അദ്ദേഹം ഒരു മിറ്റിയോറിനെ പോലെ ഇവിടെ കടന്നു വരികയും ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുക, അതേപോലെ തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് അദ്ദേഹം തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. കൊച്ചി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരു പ്രതിപക്ഷ MLA യാണ് വൈസ് ചാൻസലറായിട്ട് വെച്ചത്, ജോസഫ് മുണ്ടശ്ശേരി. പ്രതിപക്ഷത്തിരിക്കുന്ന MLA ആണ് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ. അതും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. മുണ്ടശ്ശേരി ടെക്നിക്കലായിട്ടുള്ള ആളല്ല, അദ്ദേഹം മലയാള സാഹിത്യത്തിൻ്റെ വക്താവാണ്. പക്ഷേ ആ സാഹിത്യകാരനെ ഒരു സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് വെച്ചു. അതും EMS ഗവൺമെൻറ്റിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളെ വെച്ചു എന്നുള്ളത് CHൻ്റെയും ഒപ്പം അച്യുതമേനോൻ്റെയും ഒരു വലിയ മനസ്സിൻ്റെ തുറവിയായിട്ടാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ കാണേണ്ടത്. ഞാൻ പഴയ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ ഏറ്റവും മുഖത്തടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് HSSനുള്ള അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രശ്നം. ക്യാബിനറ്റിലും UDF മീറ്റിംഗ് കൂടുമ്പോഴായാലും എവിടെ നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്ന സ്ഥലങ്ങളിൽ വന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനായ ഷംസുദ്ദീൻ അദ്ദേഹമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെയുള്ള കുട്ടികൾക്ക് HSS അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല എന്നുള്ള കാര്യം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു തീരുമാനം പറയാനുള്ളൊരു വേദിയല്ല, അതിനെന്നെ ചുമതലപ്പെടുത്താത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ മലബാറിലുള്ള ഈ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ HSSൻ്റെ ആ കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിസിറ്റ് അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പുതിയ വേദികളിലേക്ക് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികൾക്ക് പുതിയ വേദികളിലേക്ക് കടന്നു പോകാൻ കഴിയൂ എന്നുള്ളത് തന്നെ വലിയ ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ, അതുപോലെ തന്നെ ഇവിടെയുള്ള കോഴ്സുകളുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രസകരമായ താരതമ്യങ്ങൾക്ക് വിധേയമാക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 78-ൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പ്രചരണം എന്ന് പറഞ്ഞാൽ ആകെ 125-130 ഓട്ടേ ഉള്ളൂ. പക്ഷേ കേരളം മുഴുവൻ യാത്ര ചെയ്യണം. അങ്ങനെ യാത്ര ചെയ്യുള്ളപ്പോൾ എനിക്കൊരു 20-21 വയസ്സുള്ള കാലത്ത് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 2 പട്ടണങ്ങൾ, ഒന്ന് തിരൂരും ഒന്ന് ചങ്ങനാശ്ശേരിയുമാണ്. അന്ന് തിരൂർ പോളിടെക്നിക്ക് മാത്രമേ ഉള്ളൂ, അതിനടുത്തൊന്നും വേറെ കോളേജുകളൊന്നുമില്ല. പക്ഷേ ചങ്ങനാശ്ശേരി, അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. അന്ന് ഗംഭീരമായ 3 കോളേജുകൾ, 2 കോളേജുകൾ, അസംഷൻ 3 കോളേജുകൾ, ഗംഭീരമായ 3 കോളേജുകൾ അന്ന് ചങ്ങനാശ്ശേരിയിൽ. അപ്പോൾ എനിക്കൊരു രസത്തിന് വേണ്ടി അന്നൊരു സ്റ്റുഡൻറ്റ് എന്താ പറയുക, ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഈ ചങ്ങനാശ്ശേരിയും തിരൂരും തമ്മിൽ ടെയിൽ ഓഫ് 2 ടൗൺസ് എന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ എഴുതി. അത് പബ്ലിഷ് ചെയ്തൊന്നുമില്ല, എങ്കിലും അതൊരു രസകരമായൊരു നോട്ടമായിരുന്നു. പഠനമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് മലബാറിൽ അതല്ല, വളരെയധികം വലിയ മാറ്റങ്ങൾ മലബാറിലുണ്ടായിട്ടുണ്ട്. മലബാർ വാസ്തവത്തിൽ ഇന്ന് പല കാര്യത്തിലും പിന്നെ നിൽക്കുകയാണെങ്കിലും മലബാർ ഇന്ന് കേരളത്തിൻ്റെ ഒരു ഗ്രോത്ത് എഞ്ചിൻ തന്നെയാണ്. മലബാറിലുള്ള ആളുകളുടെ ഉത്സാഹം, പ്രത്യേകിച്ചും തുറന്നു കിട്ടിയ ഗൾഫിൻ്റെ അവസരങ്ങൾ, അതേപോലെ തന്നെ ഇപ്പോൾ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ തന്നെ പോയിട്ടുള്ള അവരുടെ മുന്നേറ്റങ്ങൾ. അതുകൊണ്ട് മലബാറിലെ സ്റ്റോറി ഒരു ട്രാജിക് സ്റ്റോറിയാണെന്ന് ഞാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് ഡെഫിസിറ്റുകളുണ്ട്. പക്ഷേ ആ ഡെഫിസിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് മലബാറിലെ പഴയ യുവതലമുറ, 80കളിലെ യുവതലമുറ അല്ലെങ്കിൽ 70കളിലെ യുവതലമുറ, ഇപ്പോൾ സീനിയറായിട്ട് നിൽക്കുന്ന ആളുകൾ, പിന്നീട് വന്ന ആളുകൾ എല്ലാം തന്നെ മലബാറിലുള്ള ആളുകൾ കേരളത്തിന് വേണ്ടി നടത്തുന്ന സംഭാവനകൾ ഇന്ന് ഒട്ടും ചെറുതല്ല. മാത്രമല്ല NRI എന്ന രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ GDPയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മുടെ NRE എന്ന് പറയുന്ന നോൺ റെസിഡൻറ്റ് എൻട്രി എന്ന രീതിയിൽ നമ്മൾ ബാങ്കുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ സാധാരണക്കാരായ ആളുകൾ സൗദി ഈ മലപ്പുറത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് സൗദി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നെങ്കിലും അവർ കഷ്ടപ്പെട്ട് മണലാരണ്യങ്ങളിൽ കിടന്ന് പണിയെടുത്തും കഷ്ടപ്പെട്ടും ചെറുകിട ജോലി ചെയ്തും ഒക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള 10,000 കോടി രൂപയാണ്
ഇന്ന് മറ്റ് എല്ലാ പ്രദേശത്തുള്ളവരും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളത്തിൻ്റെ ഒരു ഗ്രോത്ത് എഞ്ചിനായിട്ട് നിൽക്കുന്നത്, ഒരു ഫിനാൻഷ്യലായി കേരളത്തെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും മലബാറാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ നമുക്കത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മോഹനുള്ളപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഭരണഘടനാപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മഹാരാഷ്ട്രയിലുണ്ടായ ഒരു സമാനമായ കാര്യം നിങ്ങൾക്ക് അക്കാഡമിഷ്യൻസ് ആയതുകൊണ്ട് പഠിക്കാൻ നല്ലതാണ് അല്ലേ. വിദർഭ എങ്ങനെയാണ് മഹാരാഷ്ട്രയുടെ ഭാഗമായത്, നാഗ്പൂർ ഏരിയ എങ്ങനെയാണ് ആയത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എക്സ്റ്റംബറാണ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. വിദർഭയുമായിട്ട് മഹാരാഷ്ട്ര എന്നുള്ള സ്റ്റേറ്റ് വരുമ്പോൾ, സ്റ്റേറ്റ് ഓഫ് ബോംബെ മാറിയിട്ട് മഹാരാഷ്ട്ര വരുന്ന സമയത്ത് വിദർഭയിലേക്ക് എത്ര പ്ലാൻ ഫണ്ട് പോകുന്നുണ്ട് എന്നത് മഹാരാഷ്ട്രയുടെ ധനമന്ത്രി ഗവർണറോട് പറയണം എന്നൊരു പ്രൊവിഷൻ സ്പെഷ്യൽ പ്രൊവിഷൻസിലില്ലേ മോൻ. ഈ സ്പെഷ്യൽ പ്രൊവിഷൻ കാശ്മീരിന് വേണ്ടി മാത്രമാണ് പലരുടെയും തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ സ്പെഷ്യൽ പ്രൊവിഷൻ മഹാരാഷ്ട്രയിലുമുണ്ട്. ഗവർണർമാർക്ക് എല്ലായിടത്തും ഒരേ അധികാരമല്ല. ഉദാഹരണത്തിന് നാഗാലാൻഡിലെ ഗവർണർക്ക് ടെങ്സോങ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ സ്പെഷ്യൽ പവറുണ്ട്. ടെങ്സോങ് എന്ന് പറയുന്നത് നാഗാലാൻഡിന് എത്ര ചെറുതാണ്, ടെങ്സോങ് അതിനേക്കാളും ചെറുതാണല്ലോ. ആ ടെങ്സോങ്ങിൽ നിന്ന് മന്ത്രിസഭയിൽ ഒരു അംഗം ഉണ്ടായിരിക്കേണ്ടതാണ്, മൈ റൈറ്റ്, എന്ന് സ്പെഷ്യൽ പ്രൊവിഷൻ ഭരണഘടനയിലുണ്ട്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെച്ചാലും ഈ മന്ത്രി പുറത്തു പോകേണ്ടതായിട്ടില്ല. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള, അതാണ് നമ്മുടെ ഭരണഘടനയുടെ ബ്യൂട്ടി. ഞാൻ ഭരണഘടനാ വിദഗ്ധന്മാരോട് ഇരിക്കുമ്പോൾ എനിക്ക് പറയുന്നതിന് വിഷമമുണ്ടെങ്കിൽ പോലും ആ ഭരണഘടനയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആളുകളെ കൂട്ടിച്ചേർത്ത് നിർത്താം, അല്ലാതെ എങ്ങനെയൊക്കെ ആളുകളെ ഇവിടുന്ന് ഓടിക്കാമെന്നുള്ളതല്ല. ഇപ്പോൾ ഉള്ള പല ഭരണാധികാരികളും എങ്ങനെ ഇന്ത്യക്കാരെ ഇവിടുന്ന് ഇവിടെ താമസിക്കുന്നവരെ പുറത്തേക്ക് ഓടിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പികളും പിന്നീട് വന്ന നെഹ്റുവും ബാക്കി എല്ലാവരും ചിന്തിച്ചത് എങ്ങനെ ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിർത്താം, എങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന മഹാത്ഭുതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാം എന്നാണ് അവരൊക്കെ ചിന്തിച്ചത്. അങ്ങനെയാണല്ലോ JBS ഹാൽഡെയിനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ, അദ്ദേഹവും ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ വലിയൊരു ഭയങ്കര ഒരു പ്രോഗ്രസീവ് സയൻറ്റിസ്റ്റായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, നെഹ്റു ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഞാൻ അവിടെ പോയിട്ട് പൗരനായിക്കോളാം, എനിക്ക് ഇംഗ്ലണ്ടിൻ്റെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ ജൂനിയർ JBS ഹാൽഡെയിനെ കുറിച്ച് മുണ്ടശ്ശേരിയും അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ പഴയ കഥകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ അവികസിതമായിട്ടുള്ള മേഖലകളെ അല്ലെങ്കിൽ അവികസിത പാരമ്പര്യം കൊണ്ട് നമ്മൾ പേറുന്ന പ്രശ്നങ്ങളെ, നമുക്കുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു മാർജിനലൈസേഷൻ, ആ മാർജിനലൈസേഷൻ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുകയും അടിച്ചമർത്തുകയും ആളുകളെ വാഗൺ ട്രാജഡി പോലുള്ള ക്രൂരതകൾക്ക് വിധേയമാക്കുകയും നേരിട്ടുള്ള കൊളോണിയൽ പ്ലണ്ടർ നടന്നിട്ടുള്ള അതാണ് മലബാർ. ആ മലബാറിൻ്റെ വേദനകളെ കലാകാലമായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ എങ്കിൽ പോലും അതിൻ്റെ വേഗം എങ്ങനെ കൂട്ടാം, അവിടെയൊക്കെ എങ്ങനെ ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാം, അത് +2 സീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും എങ്ങനെ നമുക്ക് മലബാറിൻ്റെ മാത്രമല്ല ഇടുക്കിയുടെ തന്നെ പല പ്രദേശങ്ങളും വളരെ പിന്നണിയിലാണ്. ഇപ്പം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു തമാശ ഞാൻ ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. 1000 കുട്ടികൾക്ക് എത്ര നഴ്സിംഗ് സീറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ എറണാകുളവും ഇടുക്കി ഒരുപോലെയാണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ ഗ്രാഫ് കൊണ്ട് മാത്രം നിങ്ങൾ അത്ഭുതപ്പെടരുത്, അതൊക്കെ ഇത്തിരി ഡിസെപ്റ്റീവാണ്. താങ്കളോടാണോ ഞാൻ പറഞ്ഞത് അല്ലേ കാണിച്ചു കൊടുത്തത്? അതുകൊണ്ട് ഇടുക്കി പോലുള്ള ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ അവിടെയൊന്നും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ട് നിങ്ങൾ പേടിക്കരുത്. അവിടെ ആളുകൾ വളരെയധികം വിഷമിച്ച് ജീവിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. മാത്രമല്ല, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ പല പ്രദേശങ്ങളും വാസയോഗ്യമല്ലാതായിരിക്കുകയാണ്. വളരെ വാസയോഗ്യമായിരുന്ന പല പ്രദേശങ്ങളും ആണോ എന്ന ആളുകൾക്ക് സംശയമായി. അതിന് വയനാടാണ് എൻ്റെ ഒന്നാമത്തെ ഒരു ഇരയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പുതിയ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ഡിപ്രൈവേഷൻസ്, ഇല്ലായ്മകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പരിഹരിക്കണം. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി മലബാർ നേരിടുന്ന പിന്നോക്കാവസ്ഥ എങ്ങനെ പരിഹരിക്കാം എന്നതിൻ്റെ വലിയ ഒരു നോട്ടം നമുക്ക് വേണം. ഇപ്പോൾ അണക്കെട്ട് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇപ്പോൾ എവിടെ ഇല്ല. അത് അണക്കെട്ടുകളൊക്കെ തിരുക്കൊച്ചി ഭാഗത്തല്ലേ അണക്കെട്ടുകളൊക്കെ, അത് നിങ്ങൾ നോക്കിക്കാണുമല്ലോ. ഡാം അല്ലേ,
ഡാമുകളൊക്കെ ഉണ്ടായത് അത് അവിടം വരേ ഉള്ളൂ. അങ്ങോട്ട് വടക്കോട്ട് അധികം ഡാമുകൾ ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നതും ആളുകൾ അത് ഇൻട്രസ്റ്റ് എടുക്കുന്നൊരു കാര്യമല്ല. അതാണ് 1-2 പ്ലാനിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഈ ജലസേചനത്തിലും അതുപോലുള്ള കാര്യങ്ങളിലുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പടിപടിയായി പരിഹരിക്കുകയും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാൻ കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള കോർ ആൻഡ് പെരിഫറി എന്ന് പറയുന്നത് പോലെ ആ കോറും പെരിഫറി, ഇപ്പോൾ കോഴിക്കോട് ഒരു നഗരം ഒരു കോറാണെങ്കിൽ അതിൻ്റെ തന്നെ കിഴക്കൻ ഭാഗങ്ങൾ അതിൻ്റെ പെരിഫറിയായിട്ട് നിൽക്കുകയാണ് അല്ലേ. ചക്കിട്ടപ്പാറയും പേരാമ്പ്രയും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ഒരേ ഫെസിലിറ്റികൾ കിട്ടുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള കോർ പെരിഫറി ഇഷ്യൂസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പ്രശ്നത്തെ നല്ലതുപോലെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും KK കുറുപ്പ് സാർ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയതിൽ സന്തോഷം. SCH സെൻറ്റർ CH ചെയർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയത് വളരെ നന്നായി. അതിലുപരി ഇത്രയും സീരിയസ് ആയ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഒറ്റക്കെട്ടായും അതേപോലെ തന്നെ ഒരുമിച്ചും വളരെ ഏകദാനതയോടുകൂടി കേരളത്തെ എങ്ങനെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ചർച്ചയ്ക്ക് ഇനിയും CHനെ പോലുള്ള ഒരു വലിയ വിഷണറിയായിട്ടുള്ള ഒരു മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകൾ നമുക്ക് പിന്തുണ നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ബലത്തിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. മറ്റെല്ലാ മഹാരഥന്മാരുടെയും പശ്ചാത്തലം നമുക്കുണ്ട്. ഇനിയും നമുക്ക് പഴയ കഥ പറഞ്ഞിരുന്നാൽ പോരാ, പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ യോഗം സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും പ്രതീക്ഷയോടെ മുന്നേറാമെന്നാണ് സാറ് പറഞ്ഞു വെച്ചത്. ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലി വല്ല എന്തെങ്കിലും കാര്യങ്ങൾ സാർ പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഡെഫിനറ്റ്ലി അതിൻ്റെ കൂടെ ഒന്നും ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. വികസനം എന്ന് പറയുമ്പോൾ അത് വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടും ഇൻക്ലൂസീവായിട്ടും നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. സാർ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ മേ ബി പാസ്റ്റിനെ കുറിച്ച് റിഗ്രറ്റ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ പ്രതീക്ഷാപൂർവ്വം മുന്നോട്ട് പോകാം എന്നാണ് സാർ പറഞ്ഞത്. തീർച്ചയായിട്ടും സാറ് ഈ പരിപാടിയിൽ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ ചരിത്രപരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി നമ്മുടെ മുന്നിൽ സാറ് പറഞ്ഞു. അങ്ങനെയുള്ള ബോധ്യം ഉള്ള ആളുകൾ സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ മലബാറിനെ പ്രതീക്ഷിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. CH മുഹമ്മദ് കോയ ചെയർ എൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള നേട്ടത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള മുഖങ്ങളാണ്. പക്ഷേ എങ്കിലും സ്വാഭാവികമായിട്ടും ഗ്രോത്ത് ഗ്യാപ്പ് നമ്മുടെ മേജർ വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്രത്തോളം ബ്രിഡ്ജിങ് പോസിബിൾ ആണ് എന്നൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആശയത്തെക്കുറിച്ച് സംസാരിച്ചത്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു അവസരത്തിൽ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് പ്രസിദ്ധീകരിച്ച മലബാർ ആൻ എഡ്യൂക്കേഷണൽ കോളനി ഓഫ് ട്രിവാൻഡ്രം എന്ന ബുക്ക് സാറിന് നൽകുന്ന അതിനുവേണ്ടി ഖാദർ പാലാഴി സാറിനെയും അതുപോലെ തന്നെ ഹാഷിമിനെയും ക്ഷണിക്കുന്നു.